സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോം TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യ പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തന്നെ പൈസക്കരി ഫൊറോനോയിലെ ആടാമ്പാറ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണത്തിലെ 7-ാം പ്രമാണമായ മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, വീട്ടിലേക്ക് വഴിയില്ലാത്ത ഒരാളിന് വഴി സൗകര്യമുള്ള സ്ഥലം മേടിക്കുമ്പോൾ വളരെ വലിയ തുക ചോദിക്കാറുണ്ട്. ഇപ്പോൾ അതിന് മോഹവില എന്നൊക്കെ പറയാം. അങ്ങനെ ഒരാൾ ചെയ്യുന്നത് ശരിയാണോ? സജി സാറിനെ ആരെങ്കിലും ഇങ്ങനെ വഴി മോഹിപ്പിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഓക്കെ. അതായത് നമ്മൾ ചിന്തിക്കുക, ഇത് പലപ്പോഴും നമ്മുടെ ഈ എല്ലാ നാടുകളിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണിത്. ഒരു മനുഷ്യൻ്റെ വീട് വഴിയരികിലാണ്. അയാളുടെ വീടിൻ്റെ പുറകിലായിരിക്കും വേറൊരു മനുഷ്യൻ്റെ വീട്. ഇയാളുടെ പറമ്പിൻ്റെ അതിരേക്കിടെ ഒരു ഇച്ചിരി 2-3 സെൻറ്റ് വിട്ടുകൊടുത്താൽ അയാൾക്കുടെ വീട്ടിലേക്ക് വഴിയെത്തും. പക്ഷെ ചില മനുഷ്യരുണ്ട് ജന്മം ചെയ്താൽ കുടിക്കുക. മറ്റുള്ളവൻ്റെ വഴി മുടക്കി ഇങ്ങനെ ഇരിക്കുന്ന എട്ടുകാലികളെ പോലത്തെ മനുഷ്യരുണ്ട്. എട്ടുകാലി കാണാൻ മേല ഇങ്ങനെ ഒരു ചെലന്തി വല ഉണ്ടാക്കി വെച്ച് ഒരു പ്രാണി അതിലെ കടത്തി പിടിയേല എന്ന മട്ടിലിരിക്കുന്നു. അങ്ങനെ ചെലന്തികളാകരുത് നമ്മൾ. മറ്റുള്ളവർക്കും എനിക്കുള്ള അവകാശം തന്നെ മറ്റുള്ളവനുമുണ്ട്. അവൻ്റെ വീട്ടിലൊരു രോഗിയെ വീട്ടുമുറ്റത്ത് ജീപ്പയിൽ എത്തിക്കാനുള്ള അവകാശം അവനില്ലേ? അവനും ഒരു വണ്ടി മേടിച്ച് സ്വന്തം വീട്ടുമുറ്റത്ത് ചെന്നിറങ്ങാനുള്ള അവകാശമില്ലേ? എൻ്റെ വീട് വഴിയരികിലായത് എൻ്റെ പുണ്യം കൊണ്ടൊന്നുമല്ല. ഞാൻ വീട് വെച്ചതിൻ്റെ അടുത്തുകൂടെ പണ്ട് ഈ മലബാറിലേക്ക് കാര്യം പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ വീട് വെച്ചതിൻ്റെ മുമ്പിൽ കൂടി അന്നത്തെ വഴിയുടെ ചാല് വെട്ടി കീറി ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് ഭാഗ്യത്തിന് അവിടെ ആയിപ്പോയി. അത് ദൈവം നമ്മളോട് കാണിച്ചൊരു കരുതലും കരുണയുമാണ്. ആ കരുണ എന്തിനാ ദൈവം നമ്മളോട് കാണിച്ചത് എന്ന് ചോദിച്ചാൽ അയലോക്കംകാരനോട് അതേ കരുതലും കരുണയും നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ്. അത് ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തി, അയലോക്കംകാരൻ്റെ വീട്ടിലേക്കുള്ള വഴി അടയ്ക്കുന്നവൻ സ്വർഗത്തിലേക്കുള്ള സ്വന്തം വഴിയാണ് അടയ്ക്കുന്നത് എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് ഇതിനെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. നമുക്ക് നമ്മുടെ വീടിന് പിന്നിലും പുറകിലുമുള്ള ചില പ്രദേശത്ത്, ഞാൻ ഈ അടുത്ത കാലത്ത് അജപാലന സന്ദർശനത്തിന് പോയൊരു പള്ളിയിൽ പ്രശ്നം പൊതുയോഗത്തിൽ അവർ ഉന്നയിച്ചതാണ്. ഒരു മലയിലോട്ട് അവിടെ 10-40ഓളം വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് അവരെല്ലാവരും വഴി വെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മെയിൻ റോഡിനോട് ചേരുന്ന സ്ഥലത്ത് ഒരു ചേട്ടൻ്റെ പറമ്പാണ്. അയാൾ വിലയ്ക്കും കൊടുക്കുകയില്ല, വെറുതെയും കൊടുക്കുകയില്ല, വഴി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കും. അവസാനം ഞാൻ ഈ ചേട്ടനോട് ഈ വചനം പറഞ്ഞു, ചേട്ടന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ വഴി കൊടുക്കണം, നരകത്തിൽ പോകാനാണെങ്കിൽ വഴി അടച്ചു വെച്ചു. അങ്ങനെ പറഞ്ഞിട്ടൊന്നും പുള്ളിക്ക് യേശുന്നില്ല. അവസാനം പുള്ളിയെ ഞാൻ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്ന മനുഷ്യർ പണ്ട് അറ്റാക്ക് വന്ന് മരിച്ച കാര്യമൊക്കെ പറഞ്ഞ്, നിവൃത്തിയില്ലേ നീതിമാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചതുപോലെ ഇങ്ങനെ ചില ഉപകഥകളൊക്കെ പറഞ്ഞ് അയാളെ ഒരു വിധത്തിൽ മാനസാന്തരപ്പെടുത്തി ഞാൻ സമ്മതിപ്പിച്ചു. പക്ഷേ അതിലൂടെ കിട്ടിയത് ആ 40 വീട്ടുകാർക്കും വഴിയാണ്. ഒരു മനുഷ്യൻ മൂലം ഇത്രയും മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും വലിയ സ്വകാര്യ സ്വത്തവകാശമൊന്നും നമുക്കില്ല എന്ന് ദൈവത്തിനുമുമ്പിൽ ഓരോ വ്യക്തിയും തിരിച്ചറിയണം. നിങ്ങളുടെ പറമ്പിന് ന്യായമായി കിട്ടേണ്ട മാർക്കറ്റ് വില വഴിക്ക് വേണ്ടി ചോദിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. മറിച്ച് അവൻ്റെ ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ച് സെൻറ്റിന് 25,000 രൂപ വിലയുള്ളിടത്ത് സെൻറ്റിന് 10 ലക്ഷം ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മോഹവിലയൊന്നുമല്ല,
അത് ദുർമോഹ വിലയാണ്, അല്ലേ? അത്തരം ദുർമോഹ വില മേടിക്കുന്നവരെയും കാണാറുണ്ട്. ഇതൊക്കെയും തമ്പുരാൻ ഒരാളുണ്ടെന്നും അവിടുന്നാണ് ഇതിൻ്റെ എല്ലാം ഉടയവനെന്നും ബോധമുണ്ട് എങ്കിൽ ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ആൽബിൻ തന്നെയാണ്. ആൽബിൻ്റെ ചോദ്യം എന്താണ്? ജോലി ആവശ്യങ്ങൾക്കായി ജോലിദാതാക്കളെ സമീപിക്കുമ്പോൾ ചില സ്ഥാപനങ്ങളിൽ അവർ വളരെ വലിയ തുക ഡൊണേഷനായി ആവശ്യപ്പെടാറുണ്ട്. ഈ ഒരു പ്രവണത ശരിയാണോ? ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുമോ? യെസ്, ആൽബിൻ അല്ലേ? ആൽബിൻ്റെ ചോദ്യം, ഈ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വരുമ്പോൾ നമ്മൾ സംഭാവനകൾ ആവശ്യപ്പെടുന്നു, ചിലർ ആവശ്യപ്പെടുന്നു, അതിനെക്കുറിച്ചാണ് ആൽബിൻ്റെ ചോദ്യം. ശരിയാണ്, ചിലപ്പോൾ സഭയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇതേ ആരോപണങ്ങൾ ഉയരാറുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ചില സ്കൂളുകളിൽ, ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിലും ജോലിക്ക് നിയമിക്കപ്പെടുന്ന അധ്യാപകരിൽ നിന്ന് പല മാനേജ്മെൻറ്റുകളും സംഭാവനകൾ സ്വീകരിക്കുന്നു. അത് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കുക, അത് നടത്തിക്കൊണ്ട് പോവുക, കാലോചിതമായി വേണ്ട സൗകര്യങ്ങൾ സ്കൂളിൽ ക്രമീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഓരോ ഇടവകയും, ഇപ്പം തലശ്ശേരി രൂപതയിൽ തന്നെ ചില സ്കൂളുകൾ ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചപ്പോൾ, പണി തീർന്നപ്പോൾ 3 കോടി 4 കോടി ഒക്കെ രൂപ ചെലവഴിച്ചാണ് ഈ പള്ളിക്കൂടങ്ങൾ പണിയുന്നത്. അപ്രകാരം പണിയും അത് മുഴുവൻ ഇടവകക്കാർ തന്നെ വഹിക്കണം എന്ന് പറയാതെ ഈ പള്ളിക്കൂടത്തിൻ്റെ പ്രത്യക്ഷ ഗുണഭോക്താക്കൾ ആയ ഒരു വിഭാഗം അധ്യാപകർ തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണഭോക്താക്കളാണ്. ആ അധ്യാപകർ അതിൻ്റെ ഒരു ഓഹരി സംഭാവനയായി കൊടുക്കണം എന്ന് പറയുന്നതിനെ അഴിമതി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട്. അത് ന്യായമായ രീതിയിൽ ഓരോ സ്ഥാപനത്തിൻ്റെയും നടത്തിപ്പിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഭാവന സ്വീകരിക്കുന്നതിനെ അഴിമതി എന്ന് പറയാൻ പാടില്ല. അതേസമയം ഈ സ്ഥാപനങ്ങൾ നടത്തിപ്പിലൂടെ ലക്ഷങ്ങളും കോടികളും കൊയ്തെടുക്കാം എന്ന് വിചാരിച്ച് നിയമനത്തിനോ പ്രവേശനത്തിനോ വേണ്ടി ആരെങ്കിലും സംഭാവനകളോ തലവരിപ്പണങ്ങളോ വാങ്ങുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് 7-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അതുപോലെ തന്നെ സമ്പത്തിനെ അടിസ്ഥാനമാക്കി മാത്രം ജോലി സാധ്യതകളും അതുപോലെ പ്രവേശനങ്ങളും നിർണയിക്കുന്നതും ഈ പ്രമാണത്തിൻ്റെ ലംഘനം തന്നെയാണ്. കഴിവും സാമർഥ്യവുമുള്ളവരെല്ലാം പുറത്താക്കപ്പെടുകയും അത് പണം മാത്രം മാനദണ്ഡമാകുകയും ചെയ്യുന്നത് ഈ പ്രമാണ ലംഘനം തന്നെയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോഴും നമ്മളിതിൻ്റെ 2 വശങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. സർക്കാർ സ്കൂളുകളുടെ മെയിൻ്റനൻസിനും അതിൻ്റെ നിർമ്മാണത്തിനും വേണ്ട പണം നികുതി പണമായി സർക്കാരിന് സ്കൂളുകൾക്ക് ലഭ്യമാക്കുന്നു. അതേസമയം സഭയുടെ സ്കൂളുകൾക്ക് അപ്രകാരമുള്ള യാതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുതയും നമ്മൾ തിരിച്ചറിയണം. അത്തരം സന്ദർഭങ്ങളിൽ സ്കൂളിൻ്റെ നിർമ്മാണ ആവശ്യങ്ങൾ വരുമ്പോൾ അധ്യാപകരിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതോ ഒക്കെ അഴിമതിയോ തലവരിപ്പണമോ ആയി നമ്മൾ വ്യാഖ്യാനിക്കുന്നതും തെറ്റാണ്. കാരണം സഭയുടെ സ്ഥാപനങ്ങളൊക്കെയും പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ഇപ്രകാരമുള്ള പരസ്പര സഹകരണത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. അത്തരം സഹകരണ സംവിധാനങ്ങളെ നമ്മൾ അഴിമതിയായി വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥാപനവും നടത്തിക്കൊണ്ട് പോകാൻ മേലാത്ത സാഹചര്യം വരും. പക്ഷേ ഇത് ഒരാദായ മാർഗമായി ഇതിനെ കരുതുകയും അതുപോലെ സമ്പത്തിനെ മാത്രം മാനദണ്ഡമാക്കി വ്യക്തികളെ അളക്കുകയും ചെയ്യുമ്പോൾ അത് 7-ാം പ്രമാണത്തിൻ്റെ ലംഘനം. അടുത്ത ചോദ്യം. സാറിൻ്റെ ചോദ്യം എന്താണ്? വളർത്തുമൃഗങ്ങൾക്ക് ചെറിയ രോഗങ്ങൾ വന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നത് ശരിയാണ്? മൃഗങ്ങൾക്ക് രോഗങ്ങൾ വന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് മാത്രമല്ല, അത് സമൂഹദ്രോഹമാണ്.
കാരണം പല സാംക്രമിക രോഗങ്ങളും മൃഗങ്ങൾക്ക് വരും. അത്തരം രോഗാണുക്കൾ ഉള്ള മൃഗത്തെ കൊന്ന് അതിൻ്റെ മാംസം വിതരണം ചെയ്താൽ അതിലൂടെ ആ രോഗം രാജ്യം മുഴുവൻ പടരും, അല്ലേ? നമ്മൾ ഇന്ന് കാണുന്ന പല രോഗങ്ങളും ഇപ്രകാരം ഉണ്ടായതാണ്. ഈ പറയുന്ന കൊറോണ വൈറസ് പോലും ഇത്തരത്തിലുള്ള രോഗബാധിതമായ മൃഗങ്ങളുടെ ഇറച്ചി ഉപയോഗിച്ചതിലൂടെ സംഭവിച്ചതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നോക്കുക, ഏതാനും വ്യക്തികളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ നടത്തിയ ആ ഒരു പ്രവൃത്തി ഇന്ന് ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന കൊറോണ വൈറസായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പശുവിന് അസുഖം വന്നു, മൃഗഡോക്ടറെ കാണിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ മേലാത്ത അസുഖമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പശുവിനെ വിറ്റ് കാശെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് സാമൂഹിക ദ്രോഹമാണ്. മറിച്ച് ആ പശുവിൻ്റെ സ്വാഭാവിക അന്ത്യത്തിന് വേണ്ടി കാത്തിരിക്കുക, അതിനെ മറവ് ചെയ്യുക. അതാണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഏത് മൃഗത്തെയും, കോഴിയെപ്പോലും, വസന്ത പിടിച്ച കോഴിയെ കൊന്ന് കൊടുക്കരുത്. അത് പൊരിച്ചു കൊടുത്താൽ ആരും അറിയുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യരുത്. ഹോട്ടലുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തങ്ങളുടെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തിയും തൻ്റെ കുടുംബത്തിലെ അംഗത്തെ പോലെ അവൻ്റെ ആരോഗ്യം പരിരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ വിതരണം ചെയ്യുന്ന മാംസം അത് ആരോഗ്യമുള്ള ജീവികളുടേതാണെന്ന് ഉറപ്പുവരുത്തണം. ഈ മാംസ വ്യാപാരം നടത്തുന്നവർ, അവർക്ക് ഈ കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച കൃത്യമായ നിയമങ്ങൾ മൃഗഡോക്ടർ പരിശോധിച്ച് രോഗവിമുക്തമാണ് ഈ മൃഗമെന്ന് ഉറപ്പുവരുത്താതെ ഒരു മൃഗത്തിൻ്റെയും ഇറച്ചി ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഈ നിപ്പ വരുമ്പോഴും കൊറോണ വരുമ്പോഴും മാത്രം ആരോഗ്യവകുപ്പ് ഉണർന്നാൽ പോരാ, ഇത്തരം മുൻകരുതലുകൾ ആരോഗ്യവകുപ്പിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കും. പിതാവേ, യുദ്ധത്തിൽ ശത്രുരാജ്യത്തിൻ്റെ വസ്തുവകൾ കൈക്കലാക്കുന്ന ഒരു പതിവ് നാം കാണാറുള്ളതാണ്. എന്നാൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാനാവുക? അതൊരു യുദ്ധത്തിൻ്റെ തന്ത്രമായോ അടവായോ നമുക്ക് ന്യായീകരിക്കാനാവുമോ? യുദ്ധത്തിൽ ശത്രു രാജ്യത്തിൻ്റെ പറമ്പ് കയ്യേറുക, നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പറമ്പ് ചൈനക്കാർ കയ്യേറിയിട്ടുണ്ട്, നമ്മുടെ പാകിസ്ഥാനികൾ കയ്യേറിയിട്ടുണ്ട്, അല്ലേ? പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത് തന്നെ അതാണ്. അങ്ങനെ അവരെല്ലാം കയ്യേറി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കണമെന്ന് ഇപ്പം കുറേ ആവേശക്കാർ പറയുന്നുണ്ട്. ചൈനയുടെ പിടിക്കണമെന്ന് പറയുന്നില്ല, കാരണം ചൈനക്കാർ പറയുന്നത് നമ്മൾ അവരുടെ കയ്യേറിയെന്നാണ് അവർ പറയുന്നത്. അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായി നിലവിൽ വന്നിട്ടുള്ള അതിർത്തികളെ എല്ലാ രാജ്യങ്ങളും മാനിക്കണം. അതാണ് സമാധാനത്തിനുള്ള ആദ്യത്തെ പടിയായി നിർദ്ദേശിക്കപ്പെടുക. ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തി, ലൈൻ ഓഫ് കൺട്രോൾ, LOC എന്ന് പറയും, അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അതിർത്തിയുണ്ട്. ആ അതിർത്തിയെ എല്ലാ രാജ്യങ്ങളും മാനിക്കണം. ഏതെങ്കിലും രാജ്യം അതിർത്തി ലംഘിച്ച് വേറൊരു രാജ്യത്തിൻ്റെ അതിർത്തി പിടിച്ചെടുത്താൽ അവരെ കൊണ്ട് അത് തിരിച്ചു കൊടുപ്പിക്കണം. അതാണ് പണ്ട് ഈ കുവൈറ്റ് യുദ്ധം വന്നത് അങ്ങനെയാണ്. ഇറാഖ് കയറി കുവൈറ്റിൻ്റെ ഒരു 2-3 ജില്ലകളിങ്ങ് പിടിച്ചെടുത്തു. അത് ഞങ്ങളുടെയാണെന്നും പറഞ്ഞു. ഉടനെ ലോക പോലീസായ അമേരിക്ക ഇടപെട്ട് അവിടെ യുദ്ധം ചെയ്ത് പാവം ഇറാഖ് പെരുവഴിയിലായി. യഥാർത്ഥത്തിൽ യുദ്ധമാണോ എന്തിൻ്റെയും പരിഹാരം എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പാടില്ല. കാരണം അത് ഒരു രാജ്യം വേറൊരു രാജ്യത്തിൻ്റെ പറമ്പ് മോഷ്ടിക്കുന്നതാണ്. അതും മോഷണമാണ്. രാജ്യം എന്ന വലിയ സംവിധാനമാണ് മോഷണം നടത്തിയത് എന്നതുകൊണ്ട് മോഷണമാകാതിരിക്കുന്നില്ല. യുദ്ധത്തിൻ്റെ ഭാഗമായി സ്ട്രാറ്റജിക്കായിട്ട് ചിലപ്പം ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തെന്നിരിക്കും. യുദ്ധമൊക്കെ തീർന്നു കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യും. അതങ്ങനെ തിരിച്ചു കൊടുക്കാതെ വരുമ്പോഴാണ് പല പ്രതിസന്ധികളും ശേഷിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒക്കെ പ്രശ്നം ഇങ്ങനെ പിടിച്ചെടുത്ത ഭാഗങ്ങൾ വിട്ടുകൊടുക്കാൻ മനസ്സാകാതെ വരുന്നതാണ്
വലിയ അസമാധാനങ്ങൾക്ക് കാരണമായിത്തീരുന്നു. അതായത് നീതിയുടെ പരിണിതഫലമാണ് സമാധാനം. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ? നീതിപൂർവ്വം പ്രവർത്തിക്കുമ്പോഴേ സമാധാനം ഉണ്ടാവും. കയ്യേറിയും കയ്യൂക്ക് കാണിച്ചും പേടിപ്പിച്ചുമൊന്നും സമാധാനം കൊണ്ടുവരാൻ പറ്റിയത്. നീതിപൂർവ്വം പ്രവർത്തിക്കുക, അപ്പോൾ അതിരുകൾ അപ്രസക്തമായിത്തീരും. യൂറോപ്പ് ഇതുപോലെ കലഹിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു. നൂറ്റാണ്ടിൻ്റെ യുദ്ധം നടത്തിയ രാജ്യങ്ങളാണതൊക്കെ. ഫ്രാൻസും ബ്രിട്ടനും തമ്മിലും ജർമ്മനിയും തമ്മിലുമൊക്കെ നൂറ്റാണ്ട് നീണ്ട യുദ്ധമുണ്ട്. 30 കൊല്ലത്തെ യുദ്ധങ്ങളുണ്ട്. ഇങ്ങനെ യുദ്ധം ചെയ്ത ഈ രാജ്യങ്ങളാണ്. പക്ഷെ അവരെല്ലാവരും കൂടെ തീരുമാനം, നമ്മളെന്തിനാ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു, നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ മേലെ. അങ്ങനെ അവർ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി. അപ്പോഴിപ്പോൾ അതിർത്തി എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. യൂറോപ്പിലെ ഏത് രാജ്യത്ത് പോകാനും ഒരു രാജ്യത്തിൻ്റെ വിസ മതി എന്ന സംവിധാനം ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾ ഫ്രാൻസിൽ നിന്ന് ബെൽജിയത്തിലൂടെ ജർമ്മനി വഴി ഓസ്ട്രിയയ്ക്ക് കിടക്കണമെങ്കിൽ ഒറ്റ ട്രെയിനിലിരുന്നാൽ മതി. ആരും ഒന്നും ചോദിക്കാനും നിങ്ങളോട് വന്ന് നിങ്ങൾ എവിടെയാണ് വിസ എന്താന്ന് പോലും ചോദിക്കുക. നിങ്ങൾക്ക് കയറുന്ന സ്ഥലത്ത് വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഇറങ്ങിപ്പോകാം. അത് ഇത്രയും രാജ്യങ്ങളിലൂടെ കടന്നു പോകാൻ ഒരു പ്രശ്നമില്ല. ഈ 24 രാജ്യങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു നമുക്കും അങ്ങനെ സ്വപ്നം കാണാം. ഈ കലഹിച്ച് കഴിയുന്ന ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ അതിർത്തികൾ മറന്ന് നമ്മളെല്ലാം സഹോദരങ്ങളാണ് എന്ന വലിയ അവബോധത്തിലേക്ക് വളർന്നാൽ നമ്മൾ രക്ഷപ്രാപിക്കും. അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഈ സാങ്കല്പിക അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയാണ് രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പകുതിയും നശിപ്പിക്കുന്നത് ഇല്ലേ? അത്തരത്തിലുള്ള അവിവേകങ്ങളെ തിരുത്താൻ നമുക്ക് വേഗത്തിൽ ബുദ്ധിക്ക് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. യുദ്ധത്തോടനുബന്ധിച്ച് പിതാവേ, യുദ്ധത്തിന് പോകുന്നൊരു പട്ടാളക്കാരൻ അവിടെ നിന്ന് ചിലപ്പോൾ അവരുടെ സാധനങ്ങൾ, അതായത് ഇപ്പം മറ്റൊരു രാജ്യം യുദ്ധത്തിന് പോകുന്നു, അവിടെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ ചിലപ്പോൾ സ്ത്രീകളെ വരെ അവർ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ശരിയാണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? തെറ്റാണ്. ജനീവ കരാർ എന്ന് പറഞ്ഞൊരു കരാർ തന്നെയുണ്ട് അതിനു വേണ്ടി. ആ കരാർ അനുസരിച്ച് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജിക്കായ ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നിരിക്കും, അവരുടെ വസ്തുക്കൾ പിടിച്ചെടുത്തെന്നിരിക്കും, അങ്ങനെ പല കാര്യങ്ങൾ, ആളുകളെ തന്നെ തടവുകാരാക്കി പിടിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതെല്ലാം യുദ്ധം കഴിഞ്ഞ് സമാധാന ഉടമ്പടി വരുന്നതോടുകൂടി എല്ലാം പൂർവ്വസ്ഥിതിയിൽ വിട്ടുകൊടുക്കണം. ആളുകളെ കൊന്നുകഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയല്ല, മറിച്ച് യുദ്ധത്തടവുകാരെ, യുദ്ധത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ, ഭൂമി എല്ലാം വിട്ടുകൊടുത്ത് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരണം എന്നതാണ് ഈ കരാറിൻ്റെ അന്തസത്ത തന്നെ. അത് ചെയ്യുന്നില്ല എങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അത് ക്രിമിനൽ കുറ്റമായി പരിഗണിക്കണം എന്നതാണ് ഈ കരാറിലെ ഉടമ്പടി. ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇടവകൾ തമ്മിലും ചെറിയ യുദ്ധങ്ങളില്ലേ? അതിർത്തികൾ സംബന്ധിച്ചുള്ള യുദ്ധങ്ങൾ, അതുപോലെ അവിടെയുള്ള ചടങ്ങുകൾ ഇവിടെ നടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നടത്തുക, അങ്ങനെയൊക്കെ പറഞ്ഞ് മാമോദിസ നടത്തണം ഇവിടെ പറ്റില്ല, അവിടെ നിന്ന് അച്ഛൻ്റെ കത്ത് വേണം, ചിലപ്പോൾ അച്ഛൻ്റെ കത്ത് കിട്ടാതിരിക്കുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലേ ശരിക്കും? ആടി അപ്പനട്ടാന്ന് പറഞ്ഞതുപോലെ അത് ഞങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞാണല്ലോ ജോണി സാറ്. ഇടവകൾ തമ്മിലുള്ള യുദ്ധമല്ല, അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. അതായത് അത് ഇടവകകൾ തമ്മിൽ ചില കാര്യങ്ങൾക്ക് കൃത്യതയും വ്യക്തതയും വരുത്താൻ. ഇപ്പോൾ മാമോദീസ മുക്കേണ്ടത് സ്വന്തം ഇടവകയിലായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രജിസ്റ്ററിലാണ് ആ വ്യക്തിയുടെ സംബന്ധിച്ച രേഖകൾ പിന്നീട് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ട് കഴിഞ്ഞാലോ പരിശോധിച്ച് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് സഭയിൽ അങ്ങനെ ചില വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട്. പക്ഷേ അത് അവിടെ നിന്നല്ല വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നടത്തണം എന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഈ വികാരിച്ചൻ്റെ അനുവാദത്തോടുകൂടി വേറെ പള്ളിയിൽ നടത്തി അവിടെ നിന്ന് നടത്തിയതിൻ്റെ സാക്ഷ്യം മേടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഇടവക പള്ളിയുടെ രജിസ്റ്ററിൽ ചേർക്കണം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് സഭയിൽ നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ ചിലപ്പം പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ട് തോന്നിയാലും അങ്ങനെയുള്ള ചില കെട്ടുറപ്പുകളും നിയതമായ ശൈലികളും ഉള്ളതുകൊണ്ടാണ് സഭയുടെ ഘടന 21 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അവികലമായി തുടരുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചില നിർബന്ധ നിലപാടുകളാണ്. അതിനൊരു പിടിവാശിയായിട്ടോ കലഹമായിട്ടോ കരുതേണ്ട കാര്യമില്ല. മറിച്ച് ഒരു സംവിധാനം നിലനിൽക്കുന്നതിന് ചില
ഘടനാപരമായ ആവശ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയതൊരു വിഷയമാണ് നമ്മൾ ആശയങ്ങളുടെ മോഷണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തിരക്കഥ മോഷ്ടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ അടുത്ത കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നു. ഇതൊക്കെ വളരെ ലാഘവത്വത്തോടുകൂടെ കാണുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത്? യെസ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. IPR, ബൗദ്ധിക സ്വത്തവകാശം. ബുദ്ധിയാണ് ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. അത് ഒരാളൊരു തിരക്കഥ എഴുതി, ആ തിരക്കഥ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുത്. പോയി അതിൻ്റെ പേരിൽ ലാഭം ഉണ്ടാക്കുന്നത് ഇയാളോട് കാണിക്കുന്ന അന്യായമാണ്. അങ്ങനെ ഒരു മലയാളം സിനിമ തന്നെയുണ്ട്, ഒരു തിരക്കഥ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഒരു കഥ പറയുന്നു. അത് തെറ്റായ പ്രവണതയാണെന്ന് മാത്രമല്ല, അത് കുറ്റകരവുമാണ്. രാജ്യത്ത് നിയമങ്ങളുണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബൗദ്ധിക സ്വത്തുക്കൾ നിയമാനുസൃതം സംരക്ഷിക്കപ്പെടണം. അതിനെയാണ് പേറ്റൻറ്റ് റൈറ്റുകൾ എന്ന് പറയും. അതായത് ഞാനൊരു കണ്ടുപിടുത്തം നടത്തി, ആ കണ്ടുപിടുത്തം ഇപ്പോൾ മലബാറിലെ ഒരു ചേട്ടനാണ്, ഒരു കുഞ്ഞേട്ടൻ, ഒരു സാധാ കർഷകനാണ് തെങ്ങേ കയറുന്ന യന്ത്രം കണ്ടുപിടിച്ചത്. അതിന് അദ്ദേഹത്തിന് പേറ്റൻ്റ് ഉണ്ട്. അത് അദ്ദേഹത്തിനെ അത് ഉണ്ടാക്കാൻ അവകാശമുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിൻ്റെ പ്രായോഗിക നിരീക്ഷണത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു യന്ത്രമാണ്. ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് തെങ്ങേ കയറാൻ വേണ്ടി ആ യന്ത്രം. ആ യന്ത്രം അദ്ദേഹം കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്തതുകൊണ്ട് അതിന് അദ്ദേഹം പേറ്റൻറ്റിന് അപേക്ഷിച്ച് അതെടുത്തു. പേറ്റൻ്റ് എടുത്തു കഴിഞ്ഞാലേ അതിൻ്റെ മേൽ നമുക്ക് അവകാശമുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് ഏത് കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും നമ്മളിങ്ങനെ പേറ്റൻ്റ് അപേക്ഷിച്ച് അത് മേടിച്ചെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇത് കണ്ടേച്ചിട്ട് വേറൊരാളത് കോപ്പി അടിച്ചുകൊണ്ട് പോയെന്നിരിക്കും, പിന്നെ നിയമപരമായി അതിനെ നേരിടാൻ പറ്റിയെന്ന് വരികയും തരില്ല. അതല്ലെങ്കിൽ ഒരേ മനുഷ്യർ സമാനമായി ചിന്തിക്കാമല്ലോ. നമ്മൾ ചിന്തിച്ച് ലൈനിൽ തന്നെ വേറൊരാൾ ചിന്തിച്ച് ചിലപ്പോൾ 10 കൊല്ലം കഴിയുമ്പം നമ്മൾ കണ്ടുപിടിച്ച് ഇതേ സാധനം കണ്ടുപിടിക്കുകയാണ്. നമ്മളെ കോപ്പി അടിക്കാതെ തന്നെ അയാളത് നിർമ്മിച്ചതായിരിക്കും. പക്ഷെ നമ്മുടെ ബൗദ്ധിക സ്വത്തിനെ സംരക്ഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ വിനിയോഗിച്ചില്ല. പേറ്റൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബൗദ്ധിക സ്വത്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെയേറെ കഷ്ടപ്പെട്ട് ഒരു സിനിമ നിർമ്മിച്ചെന്നിരിക്കും. ഇപ്പം 10-15 കോടി അല്ലെങ്കിൽ ഇപ്പോൾ 50 കോടിയൊക്കെ മുടക്കി സിനിമ ഉണ്ടാക്കി അത് തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യാജ CD ഉണ്ടാക്കി പുറത്തു വരുന്നു, അല്ലെ അത് ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇതൊക്കെ എന്തോ ഒരു വലിയ ക്രൂരകൃത്യമാണ്. അതായത് വല്ലവൻ്റെയും അധ്വാനത്തെ നമ്മൾ എത്രയോ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്, അതിന് എത്ര വില കുറച്ചാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത് അത് ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രയായിരം മനുഷ്യരുടെ അധ്വാനമാണ്. എത്രയോ മനുഷ്യർ വീടും പറമ്പും പണയം വെച്ച് എടുത്ത കാശുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമയാണ്. അത് അവർക്ക് തിരികെ കിട്ടണമെങ്കിൽ അവരുടെ ആ പ്രോപ്പർട്ടി റൈറ്റ് സംരക്ഷിക്കപ്പെടണം. അതിനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട് എന്ന ബോധ്യം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ സൂചിപ്പിച്ച ഈ കോപ്പി അടിക്കുന്ന എന്തോ സാമർഥ്യമാണ് എന്ന് പിള്ളേർ കരുതുന്നു. അധ്യാപകരും ചോദിക്കാനാണ്, ചെറുക്കന് ഇച്ചിരി കോപ്പി അടിച്ചെന്ന് വിചാരിച്ച് എന്നേലും കാണിക്കട്ടെ, ഇതിനെയൊക്കെ പിടിക്കാൻ പോയാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം, എല്ലാം പ്രശ്നമാണ്. അതിനകത്ത് അന്യായം എന്താണ്? സ്കൂൾ വർഷം മുഴുവനും കുത്തിയിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ടവൻ അവൻ ഒരു കാര്യം ആലോചിച്ച് തലപുണ്ണാക്കേണ്ടി വരും. ഇവനതാ പുസ്തകം മുഴുവൻ കൊണ്ടുവന്ന് വെച്ച് ഒരു വക വായിക്കാതെ പഠിക്കാതെ ഇപ്പോൾ ഇരുന്ന് ഉപയോഗിക്കും. അങ്ങനെ കോപ്പി അടിച്ച് ഒരുത്തൻ നല്ല മാർക്കും മേടിച്ച് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയാൽ അവൻ മെഡിസിനും കോപ്പി അടിച്ച് ജയിച്ചു എന്ന് വിചാരിക്കുക. അവനൊക്കെ ഓപ്പറേഷന് വന്നാലത്തെ അവസ്ഥ എന്നതാണ്. കോപ്പി അടിച്ച് ഒരുത്തൻ ജയിക്കുക എന്ന് പറയുന്നത് സാമൂഹ്യ ദ്രോഹമാണ്. അത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹത്തിലൂടെ ഒരു വ്യക്തി അനർഹമായ സ്ഥാനങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അവർ സമൂഹത്തോട് ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യരായി മാറും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വലിയ അഴിമതി കാണിക്കുന്നവർ
ഇവരൊക്കെ കോപ്പി അടിച്ച് ഉദ്യോഗസ്ഥരായവരായിരിക്കും. നേരെ ചൊവ്വേ പഠിച്ചും മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയും ഒരു സ്ഥാനത്തെത്തിയവർക്കൊന്നും ഇങ്ങനെ ഇത്രയും വലിയ തീവെട്ടിക്കൊള്ളകൾ നടത്താനാവില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളിലെ 7-ാം പ്രമാണത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുകയും ക്ലാസ് നൽകുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ പാമ്പ്ലാനി പിതാവിന് ശാലോം TV-യുടെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ആടാമ്പാറ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.